വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമല്ലേ, നിങ്ങൾ ചുറ്റുപാടും നോക്കുവിൻ, കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന വിളഭൂമികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? നിങ്ങളുടെ വചനം കേൾക്കാനായിട്ട് ചുറ്റുപാടും ഒത്തിരിയേറെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. സ്നേഹമുള്ളവരെ, ഇത് ഈശോ ശിഷ്യന്മാർക്ക് മാത്രമോ വൈദികർക്കും സന്യസ്തർക്കും മാത്രമോ കൊടുക്കുന്ന ഉപദേശമല്ല. ഓരോ ക്രൈസ്തവനും ഈശോ കൊടുക്കുന്നത് ഇതേ ഉപദേശം തന്നെയാണ്. നീ ആയിരിക്കുന്ന സ്ഥലങ്ങളില്, ചുറ്റുപാടുകളില് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയും ഇത് തന്നെയാണ്. ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ നമുക്കൊക്കെ ഇന്ന് ഇത് പറ്റുന്നില്ല. ദൈവത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തില് ദൈവം ഉണ്ടായിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കണം. തമ്പുരാനെ മനസ്സിലാക്കി ആ തമ്പുരാനുമായിട്ട് നല്ല സ്നേഹത്തില്, നല്ല അടുപ്പത്തിലായിരിക്കുമ്പോഴാണ് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ദൈവസന്നിധിയില് എനിക്ക് വില കിട്ടും. പക്ഷെ പലപ്പോഴും ഇന്ന് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അല്ലേ? നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്വാർത്ഥതയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്, സഹനങ്ങളില് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. എൻ്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറി. ആവശ്യങ്ങളിൽ മാത്രം തേടുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം മാറി. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് തിരിച്ചറിയാം, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഇതേ ഉപദേശം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കും നൽകുന്നുണ്ട്. നമുക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാം. നമ്മളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നല്ല ഒരു കൂട്ടുകാരനായി ദൈവത്തെ കണ്ട് അവന്റെ ഒപ്പം നടക്കുവാനായിട്ട്, ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.